കുരു കളഞ്ഞ് നീളത്തിലരിഞ്ഞ ഈത്തപ്പഴം ഞാൻ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് വേവിക്കുന്നുണ്ട്. വെന്ത് വെള്ളമൊക്കെ വറ്റി തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ചെറിയ തരിയൊക്കെ കിടന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈത്തപ്പഴം എടുത്ത അതേ അളവിൽ ഇഞ്ചി അരിഞ്ഞ് ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തത് ചൂടായ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ഗോൾഡ് കളറായതിനു ശേഷം നമുക്ക് പാത്രത്തിൻ്റെ സൈഡിലോട്ട് ഒതുക്കി വയ്ക്കാം, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ പച്ചമുളക് അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്തൊന്ന് ഫ്രൈ ആക്കണം. ഇനി ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർക്കാം. അപ്പോൾ കായപ്പൊടി ചേർത്ത വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയേ. ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റും ചേർക്കാം. സൈഡിൽ ഒതുക്കി വെച്ചിരുന്ന ഇഞ്ചിയും ഇതിലോട്ട് ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കാം. ഇപ്പോൾ നമുക്കിത് നല്ല ഡ്രൈ ആയി കിട്ടും. ഈ സമയം പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർക്കാം. പിന്നെ ഉപ്പും പാകത്തിന് ചേർത്ത് നല്ലതുപോലെ ഇളക്കി തിളപ്പിച്ചിറക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇഞ്ചി ഈത്തപ്പഴ പുളി ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് സദ്യക്കൊപ്പം കഴിക്കാനായിട്ട്.